बोले हाँ बुआ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഈ യാത്രയുടെ മനഃശാസ്ത്രം, ഇതുപോലെ നടത്തത്തിന്റെ മനഃശാസ്ത്രം എന്താണ്, സന്തോഷത്തിന്റെ മനഃശാസ്ത്രം എന്താണ്, ഇങ്ങനെ മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഉള്ള ഒരു ചാനല് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതേപോലെ ഇവിടെ മുകളിലും അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കാം. എല്ലാവരും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മളുള്ളത് അൽബത്തബയിലുള്ള ഷെയ്ഖ് സായിദ് ഫെസ്റ്റിലാണുള്ളത്, അതായത് മെഹർജാൻ ഷെയ്ഖ് സായിദ്. ഈ ഒരു ഷെയ്ഖ് സായിദ് ഫെസ്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, ഒരുപാട് രാജ്യങ്ങളുടെ സ്റ്റാളുകൾ, അതായത് നമ്മൾ ദുബായിലൊക്കെ DSF-നൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് പോലുള്ള ഒരുപാട് രാജ്യങ്ങളുടെ വ്യത്യസ്ത തരത്തിലുള്ള പവലിയനുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഓരോരോ രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ, ഉസ്ബെക്കിസ്ഥാൻ, ഇറാൻ, അതേപോലെ ആഫ്രിക്കൻ കൺട്രീസ്, ചൈന തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട സ്റ്റാളുകളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ ഓരോ സ്റ്റാളുകളിൽ അല്ലെങ്കിൽ ഈ ഓരോരോ പവലിയനുകളും നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഓരോ രാജ്യങ്ങളുടെയും പ്രത്യേക തരത്തിലുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുണ്ട്. അതേപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആ ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രൊഡക്ട്സുകൾ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ, പഠിക്കാൻ പറ്റിയ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഒരു സ്റ്റാളുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഓരോ സ്റ്റാളുകളിലും ഈവനിങ്ങിലൊക്കെ ഒരുപാട് പരിപാടികൾ, പ്രോഗ്രാമുകൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതാണ് അൽബത്തബ ഫെസ്റ്റിൽ, അതായത് ഷെയ്ഖ് സായിദ് ഫെസ്റ്റ് അൽബത്തബ എന്ന ഈ ഒരു സ്ഥലത്ത് സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് കാഴ്ചകളിലൂടെയാണ് നമ്മളെ വീഡിയോ ഇന്ന് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ആളുകളുണ്ട് കേട്ടോ ഇവിടെ. അവർ പാരമ്പര്യമായിട്ട് ഇങ്ങനെ മുളകൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ കൊട്ടകൾ പോലത്തെ ഒരുപാട് വീട്ടുപകരണ സാധനങ്ങളൊക്കെ
അവരിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ വീഡിയോസ് എടുക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഇറിറ്റേഷൻ ആവണ്ട എന്നുള്ള നിലക്കാണ് നമ്മൾ അവരെ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. ഏതായാലും ഇങ്ങനത്തതൊക്കെ നമുക്ക് നല്ലൊരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് കൂടി തരുന്ന കാഴ്ചകളാണ് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഏതായാലും ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ കൂടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.